ബുധനാഴ്ച പുലർച്ചെ 9 പാക് ഭീകര താവളങ്ങൾ തകർത്ത് ഇന്ത്യ നടത്തിയ പ്രഹരത്തിന് പകരമെന്നോണം വടക്ക് ലഡാക്ക് അതിർത്തി മുതൽ തെക്ക് ഗുജറാത്തിലെ കച്ച് പ്രദേശം വരെ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട പാകിസ്ഥാന് ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾക്കോ സിവിലിയൻ സംവിധാനങ്ങൾക്കോ കാര്യമായ തകരാറുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മിക്ക ഡ്രോണുകളും ഇന്ത്യയുടെ S-400, ബാരക് 8, ആകാശ് എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തടയുകയോ തകർക്കുകയോ ചെയ്തുവെന്നാണ് ഇന്ത്യൻ സൈനികാധികൃതർ പറയുന്നത്. അതിലധികം തന്നെ ആൾനാശമുണ്ടായത് നിയന്ത്രണ രേഖയിലെ വെടിവയ്പിലാണ്. പൊതുവെ റൈഫിൾ, മോർട്ടാർ, ഗ്രനേഡ് ലോഞ്ചർ തുടങ്ങിയ ലഘു ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തിയിരുന്ന വെടിവയ്പ് പീരങ്കി ഉപയോഗിച്ചുള്ള പോരാട്ടമായി വളർന്നിരിക്കുകയാണ്. ഈ വെടിവയ്പിൽ നിയന്ത്രണ രേഖയോട് തൊട്ടുകിടക്കുന്ന ഗ്രാമങ്ങളിൽ ആളഭയം ഉണ്ടായിട്ടുമുണ്ട്. രാജ്യാന്തര അതിർത്തിയിൽ നടക്കുന്ന പോരാട്ടം ഇരു സൈന്യവും താരതമ്യേന സൂക്ഷിച്ചാണ് നടത്തുന്നത്. ഇന്ത്യയുടെ ശക്തമായ മിസൈൽ ആക്രമണത്തിന് പകരമെന്ന് അവകാശപ്പെട്ട് പാകിസ്ഥാൻ നടത്തിയ പ്രഹരങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചതിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. ആയുധ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പുതുതലമുറയിൽപ്പെട്ട ആയുധമാണ് ഡ്രോണുകളെങ്കിലും മിസൈലുകളോ വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബോംബുകളോ പീരങ്കിയോ പോലെ ഭയാനകമായ ആയുധമല്ലവ. നശീകരണ ശേഷി തുലവും പരിമിതം തന്നെയാണ്. ദിവസേന എന്നോണം ഇസ്രായേലിനെതിരെ ഹൂതികൾ 100 കണക്കിന് ഡ്രോണുകൾ അയച്ചിട്ടും കാര്യമായ നാശമുണ്ടാകാതിരുന്നതിനുള്ള ഒരു കാരണവും ഇതുതന്നെയാണ്. ഇസ്രായേൽ അയൺ ഡൂം പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവയെ തടഞ്ഞുവെന്നതും മറക്കാനാകില്ല. ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെയുമായി ഇന്ത്യയുടെ അവന്തിപുര, അമൃത്സർ, ജമ്മു, ജലന്ധർ, ബട്ടിൻഡ, ചണ്ഡീഗഡ്, ജയ്സൽമേർ തുടങ്ങിയ വ്യോമതാവളങ്ങളിലാണ് ആക്രമണം നടത്തിയത്. മറുപടിയായി ഇന്ത്യ പാകിസ്ഥാന്റെ വാവൽപിണ്ടി, ഗുജ്റൻവാല, ഗൈഞ്ചു, അറ്റോക്, ബഹാവൽപൂർ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രഹരിക്കുകയും ചെയ്തു. ലാഹോർ വ്യോമതാവളത്തിനും പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ടെങ്കിലും വ്യോമസേനാ കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. കറാച്ചിക്കടുത്ത് വ്യോമതാവളത്തിന്റെ അനുബന്ധ സ്ഥാപനത്തിന് നേർക്കും ആക്രമണമുണ്ടായി എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇവയിലൊന്നും തന്നെ വലിയ തോതിൽ ആളപായം ഉണ്ടായതായി ഇരുവശത്തു നിന്നും ആരോപണം ഉയർന്നിട്ടുമില്ല. പിന്നെ എന്തിന് പോരാട്ടത്തിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു എന്ന ചോദ്യം ഉയർന്നു വരാം. ഉത്തരം വളരെ ലളിതമാണ്. വില കുറവ് $20,000 കൊടുത്താൽ താരതമ്യേന ഏറ്റവും വില കൂടിയ ഡ്രോണുകളിൽ ഒന്നായ കാമിക്കാസി ലഭിക്കും. എന്നാൽ അതേസമയം തന്നെ അതേ കൃത്യതയുള്ള മിസൈൽ വാങ്ങാനായി $10 ലക്ഷം എങ്കിലും വേണ്ടിവരും. ഇന്ത്യൻ വ്യോമസേന താവളങ്ങളിലെ റഡാർ സംവിധാനം, കമാൻഡ് കൺട്രോൾ സംവിധാനം എന്നിവയ്ക്ക് ക്ഷതമുണ്ടാക്കാനായി മാത്രമേ പാക് ഡ്രോണുകൾക്ക് സാധിച്ചിട്ടുള്ളൂ. വ്യോമതാവളം തകർക്കുകയോ പൂർണ്ണമായി ഉപയോഗശൂന്യമാക്കുകയോ ആയിരുന്നു ലക്ഷ്യമെങ്കിൽ അവർ മിസൈലുകളോ പോർ വിമാനങ്ങളോ ഉപയോഗിക്കുമായിരുന്നു. 1971 യുദ്ധം ആരംഭിച്ചത് തന്നെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യയുടെ അമൃത്സർ, പഠാൻകോട്ട്, അവന്തിപുര തുടങ്ങിയ വ്യോമതാവളങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു. ആ രീതിയിലുള്ള ആക്രമണമൊന്നും തന്നെ ഇതുവരെയും ഇരുഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പാക് അതിർത്തിയോട് ചേർന്നുള്ള വ്യോമതാവളങ്ങളിലെ സിവിലിയൻ ഓപ്പറേഷൻ ഇന്ത്യ നിർത്തിവെച്ചത് യാത്രക്കാരുടെയും സിവിൽ വിമാനങ്ങളുടെയും സുരക്ഷയെ കരുതി മാത്രമാണ്. പാകിസ്ഥാനാവട്ടെ അത്ര പോലും ജാഗ്രത കാട്ടിയിട്ടുമില്ല. സിവിലിയൻ വിമാനങ്ങൾ ഇതേ പ്രദേശത്ത് തുടർന്നും പറന്നുകൊണ്ടേയിരുന്നു. സിവിലിയൻ വിമാനങ്ങളുടെ മറപിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തുകയാണ് എന്ന് ഇന്ത്യ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് അതേ നാണയത്തിൽ തന്നെയാണ് ഇന്ത്യ മറുപടി നൽകിയത്. ഇന്ത്യയും പാക് വ്യോമതാവളങ്ങളിലേക്ക് ഡ്രോണുകൾ ഉപയോഗിച്ച് പ്രത്യാക്രമണം മാത്രമാണ് നടത്തിയത്. ബുധനാഴ്ച പുലർച്ചെ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർക്കാൻ ഉപയോഗിച്ചത് സ്കാൽപ്പ്, ഹാമർ മിസൈലുകളോ വൻ നശീകരണ ശേഷിയുള്ള ഡ്രോണുകളോ ഉപയോഗിച്ചിട്ടുമില്ല. നിലവിലെ പോരാട്ടത്തിൽ കൂടുതൽ ആൾനാശം കാശ്മീരിലെ നിയന്ത്രണ രേഖയിലുമാണ്. കുപ്വാര, പുഞ്ച്, നൌഗാം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും ശക്തമായ പീരങ്കി ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. 2021 ഫെബ്രുവരിയിലുണ്ടായ ധാരണയനുസരിച്ച് ഇരു സൈന്യങ്ങളും നിയന്ത്രണ രേഖയിൽ വെടിനിർത്തിയിരുന്നതാണ്. അത് ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ 6 മാസത്തോളമായി പാക് സൈന്യം വെടിവെപ്പ് നടത്തിയിരുന്നുവെങ്കിലും ലഘു ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളായി പീരങ്കി പ്രയോഗം ആരംഭിച്ചത് നിയന്ത്രണ രേഖയോടടുത്തുള്ള ഗ്രാമവാസങ്ങളിൽ ഭീതി ഉയർത്തിയിട്ടുണ്ട്.